നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ ടെർബോ എന്ന ചിത്രമാണ്. ഇപ്പോഴത്തെ ടെർബോ മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സിനിമാ പ്രേമികളും മമ്മൂക്ക ആരാധകരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ടെർബോയുടെ റിലീസിന് വേണ്ടി. ഇനി വെറും 2 ദിവസങ്ങൾ മാത്രം അതിനുവേണ്ടി കാത്തിരുന്നാൽ മതി. ഇപ്പോഴത്തെ ടെർബോ റിലീസ് ചെയ്തതിന് മുമ്പ് തന്നെ മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. അതായത് ഒരു മലയാള ചിത്രത്തിന്റെ ഏറ്റവും ഉയർന്ന ഓവർസീസ് ലൊക്കേഷനുകളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രമായിട്ട് ഇപ്പോൾ ടെർബോ മാറിയിരിക്കുകയാണ്. ആ കണക്കുകൾ നോക്കുമ്പോൾ UK-യിൽ 155 മുകളിലുള്ള ലൊക്കേഷനിലാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. അയർലൻഡിൽ 24 ലൊക്കേഷനിലും, USA-യിൽ 140 ലൊക്കേഷനിലും, കാനഡയിൽ 38 ലൊക്കേഷനിലും, ഓസ്ട്രേലിയയിൽ 80 ലൊക്കേഷനിലും, ന്യൂസിലാൻഡിൽ 24 ലൊക്കേഷനിലും, ജർമ്മനിയിൽ 63 ലൊക്കേഷനിലും ചിത്രം റിലീസ് ചെയ്യും. ടോട്ടൽ ഇന്ത്യക്ക് പുറത്ത് GCC-യിലും റെസ്റ്റ് ഓഫ് യൂറോപ്പിലും ആഫ്രിക്കയിലും മറ്റു രാജ്യങ്ങളിലും എല്ലാ കണക്കുകൾ കൂട്ടി നോക്കുമ്പോൾ ഓവർസീസ് റിലീസ് എന്ന് പറയുന്നത് ടെർബോയുടെ 524 ആദ്യമായിട്ടാണ് ഒരു മലയാള ചിത്രം ഇത്രയധികം ലൊക്കേഷനുകളിൽ റിലീസ് ചെയ്യാൻ പോകുന്നത് ഓവർസീസിൽ. ആ ഒരു നേട്ടം ഇപ്പോൾ മമ്മൂക്കക്ക് സ്വന്തമാണ്. ഏകദേശം 40 കോടിക്ക് താഴെ ബഡ്ജറ്റ് കണക്കാക്കുന്ന ഒരു വൻപൻ ചിത്രം തന്നെയാണ് ടെർബോ. മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിലെത്തിയ 5ാമത്തെ ചിത്രം. നിലവിൽ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ ഇന്ന് 8 മണിയോടെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2,47,00,000 രൂപ കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 4 കോടിക്ക് മുകളിലും എത്തിയിരിക്കുന്നു. ഇനി ആ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആദ്യ ഷോ 9 മണിക്ക് തുടങ്ങും. അതിനുശേഷമുള്ള പോസിറ്റീവ് അഭിപ്രായമാണെങ്കിൽ ചിത്രത്തിന്റെ കളക്ഷൻ തീ പോലെ കത്തിപ്പടരുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ടെർബോ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.